ഇന്നത്തെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 കിലോ നന്നായി കഴുകിയ ചിക്കനും അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ കുറച്ച് ഉപ്പും, 2 ടീസ്പൂൺ സോയാബീൻ, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി മാറിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ നല്ലവണ്ണം തണുപ്പിക്കണം. അതിനുശേഷം മാത്രമേ തയ്യാറാക്കാൻ പാടുള്ളൂ. ചിക്കൻ എണ്ണയിൽ വറുത്തെടുത്തതാണിത്. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായി ഒരു 50 ml ഓയിൽ എടുക്കുന്നുണ്ട്. ഒരു 15 അല്ലി വെളുത്തുള്ളി ഒരു നല്ല തിളക്കുന്ന എണ്ണയിലിട്ടൊന്ന് ചൂടാക്കണം, ഒരു ബ്രൗൺ കളർ വരുന്നവരെ. അതിനുശേഷം ഇഞ്ചിയും ചേർക്കുക. അപ്പോൾ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ച ഒരു 10 പച്ചമുളക് ചെറുതായി കീറിയത് അതും കൂടി ചേർക്കുന്നു. നല്ലവണ്ണം വയറ്റി നല്ല ഒരു ബ്രൗൺ കളറാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ചൂടായ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയിലേക്ക് സവാള ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തതാണ്. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ സവാളയും ക്യാപ്സിക്കം ഏതാണ്ട് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റ് മല്ലിയില അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് കലക്കിയ വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. എല്ലാം ഒരുപോലെ കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഉപ്പ് കലക്കിയ വെള്ളം ഒഴിക്കുന്നത്. ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഒരു 2-3 സ്പൂണ് കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കൊഴുപ്പൊട്ടാൻ വേണ്ടി മാത്രമാണ് വേറൊന്നുമല്ല കോൺഫ്ലവർ ചേർക്കുന്നത്. ഗ്രേവിയിലേക്കും മറ്റും ചിക്കൻ ചേർക്കുന്നുണ്ട്. ചില്ലി ചിക്കൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്യണം. പൊടിച്ച കുരുമുളക് ഒരു 2 ടീസ്പൂൺ അത്രയും വേണം. 2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുക. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്നും കൂടി ചൂടാവണം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകും ഓണിയനും മല്ലിയിലയും കൂടി ചേർത്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചില്ലി ചിക്കൻ റെഡിയായി. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ശേഷം കഴിക്കാവുന്നതാണ്. ഇന്നത്തെ ചില്ലി ചിക്കൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വിനോദ് കുമാർ പട്ടാനൂർ 5 ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ.